നമസ്കാരം. ഗൾഫ് ടുഡേ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. തദ്ദേശ വിധിയിൽ UDF തരംഗം. ഇടത് കോട്ടകൾ തകർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF തരംഗം. ത്രിതല പഞ്ചായത്തുകളിലും കോർപ്പറേഷൻ നഗരസഭകളിലും മുന്നേറിയ UDF ചരിത്ര വിജയം നേടി. ഇതുവരെ കൈവിടാത്ത തിരുവനന്തപുരം, കൊല്ലം കോർപ്പറേഷൻ ഉൾപ്പെടെ നഷ്ടപ്പെട്ട LDF വൻ തിരിച്ചടി നേരിട്ടു. തലസ്ഥാന നഗരത്തെ കോർപ്പറേഷൻ പിടിച്ചും കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകളിൽ വിജയിച്ചും BJP കുതിപ്പ് നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം വിജയം ലക്ഷ്യമിടുന്ന LDF-ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടിപതറി. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ പോലുമുള്ള UDF മുന്നേറ്റത്തിൽ ഇടതു കേന്ദ്രങ്ങൾ ഞെട്ടിത്തരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്ത BJP കേരള രാഷ്ട്രീയത്തിൽ പുതുയുഗത്തിന് തുടക്കമിട്ടു. ൽ 500-ലേറെ ഗ്രാമപഞ്ചായത്തുകളിൽ UDF-ന് ജയം. 200ഓളം പഞ്ചായത്തുകൾ LDF-നെ കൈവിട്ടു. 25ഓളം പഞ്ചായത്തുകളിൽ BJP-ക്കാണ് മേൽക്കൈ. എറണാകുളത്തെ കിഴക്കമ്പലം, ഐകരനാട് പഞ്ചായത്തുകൾ ജയിച്ചപ്പോൾ കുന്നത്തുനാടും മഴുവന്നൂരും 2020-ക്ക് നഷ്ടമായി. തിരുവാണിയൂർ പഞ്ചായത്ത് LDF-ൽ നിന്ന് 2020 പിടിച്ചെടുത്തു. 152-ൽ 80ഓളം ബ്ലോക്ക് പഞ്ചായത്തുകൾ UDF-ന്. LDF-ന് 50-ലേറെ ബ്ലോക്ക് പഞ്ചായത്തുകൾ നഷ്ടമായി. 86-ൽ 50-ന് മുകളിൽ മുനിസിപ്പാലിറ്റികളിൽ UDF, കോർപ്പറേഷനുകളിലും LDF-ന് കനത്ത നഷ്ടം. ഇതുവരെ വിജയിച്ചിരുന്ന തിരുവനന്തപുരം, കൊല്ലം കോർപ്പറേഷനുകൾ LDF-നെ കൈവിട്ടു. അഭിമാന പോരാട്ടത്തിന് വേദിയായ തലസ്ഥാന നഗരത്തിൽ ഇനി BJP-യുടെ മേയർ. ഇവിടെ UDF നിലമെച്ചപ്പെടുത്തിയപ്പോൾ LDF-ന്റെ ഉറച്ച സീറ്റുകൾ ഉൾപ്പെടെ അട്ടിമറി. കൊല്ലം കോർപ്പറേഷനിൽ UDF-ന് അപ്രതീക്ഷിത ജയം. UDF തേരോട്ടത്തിൽ കൊല്ലത്തെ ഇടതുകോട്ട തകർന്നടിഞ്ഞു. തൃശൂർ, കൊച്ചി കോർപ്പറേഷനുകളിൽ UDF-ന്റെ മിന്നും വിജയം. കണ്ണൂർ UDF നിലനിർത്തി. കോഴിക്കോട് കോർപ്പറേഷനിൽ വലിയ ഒറ്റക്കക്ഷിയാണെങ്കിലും കേവല ഭൂരിപക്ഷം നേടാൻ LDF-നായില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഉണ്ടായ മുന്നേറ്റം UDF-ന് വലിയ ആത്മവിശ്വാസമാണ്. തിരുവനന്തപുരം നഗരത്തിലുൾപ്പെടെ BJP-ക്കും പ്രതീക്ഷകളേറെ. എന്നാൽ തുടർഭരണം ലക്ഷ്യമിടുന്ന LDF-നാകട്ടെ മറികടക്കാൻ കടമ്പകളേറെയുണ്ട്. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ പ്രതീക്ഷകളെയും കടത്തിവെട്ടുന്ന വിജയമാണ് UDF നേടിയത്. സംസ്ഥാനമൊട്ടാകെ വീശിയടിച്ച അനുകൂല തരംഗത്തിൽ ഇടത് ശക്തിദുർഗങ്ങൾ വരെ തകർന്നു വീഴുന്ന അഭിമാനകരമായ ജയമാണ് UDF കൈവരിച്ചത്. 2 തവണത്തെ തോൽവികൾ പഴങ്കഥയാക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ UDF-ന് കരുത്ത് പകരുന്നതാണ് ഇപ്പോഴത്തെ ഈ മിന്നും ജയം. 10 കൊല്ലമായി സംസ്ഥാന ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുന്ന മുന്നണി എന്ന നിലയിലുള്ള എല്ലാ പരിമിതികളോടും ദൗർബല്യങ്ങളോടും കൂടിയാണ് UDF തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാനിറങ്ങിയത്. മുന്നണിയിലെ നേതാക്കൾ തമ്മിൽ തർക്കമാണെന്നും കരുത്തനായ പിണറായി വിജയന്റെ തന്ത്രങ്ങളുടെ മികവിൽ LDF-യെ വിജയിക്കൂ എന്ന നെറേറ്റീവും UDF-ന് മുന്നിൽ വലിയ പ്രതിബന്ധമായിരുന്നു. എന്നാൽ ഈ പ്രതികൂല ഘടകങ്ങളെല്ലാം ജനപിന്തുണയുടെ കരുത്തിൽ UDF തൂത്തെറിഞ്ഞു. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും മനസ്സിൽ വെച്ച് വോട്ട് ചെയ്ത ജനങ്ങൾ UDF-ലാണ് വിശ്വാസമർപ്പിച്ചത്. അസംഘടിതരായ ജനം സംഘടിച്ച് UDF-ന് പിന്നിൽ അണിനിരക്കുന്ന അഭൂതപൂർവമായ കാഴ്ച. അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ തിളക്കം. ഈ വിജയത്തിന് കാരണം ടീം UDF ആണ്. ഒരുമിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. ടീം UDF-ലെ എല്ലാ ഘടകകക്ഷികളും ചേർന്ന് ഒറ്റ പാർട്ടിയെ പോലെയാണ് ഞങ്ങളെല്ലാവരും നിന്നത്. ഇത് ഇന്നൊരു വലിയ കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ടീം UDF എന്നാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അതാണ് ഇനി വരാനിരിക്കുന്ന കാലത്തിൻ്റെ മാറ്റം. ജനം എതിരായാൽ അധികാരദാർഷ്ട്യത്തിന്റെ പ്രതിരൂപമായി നിലകൊള്ളുന്ന ഏത് പൊന്നാപുരം കോട്ടയും ഇളകുമെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കൊല്ലം കോർപ്പറേഷൻ UDF നേടിയ അട്ടിമറി വിജയം. 4 കോർപ്പറേഷനുകളിൽ അധികാരം പിടിച്ച UDF-ന് കോഴിക്കോട് കൈവിട്ടു പോയത് നേരിയ മാർജിനിലാണ്. ജില്ലാ പഞ്ചായത്തുകളിൽ പകുതിയും നേടാനായതും UDF വിജയത്തിന്റെ ആധികാരികത വെളിവാക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന വലിയ ലക്ഷ്യം അപ്രാപ്യമല്ലെന്ന സന്ദേശം നൽകുന്ന വിജയമാണ് കേരളം UDF-ന് സമ്മാനിച്ചിരിക്കുന്നത്. സാമുദായിക സമവാക്യങ്ങളും UDF-ന് അനുകൂലമായി വന്നിരിക്കുന്നുവെന്നതും ജനവിധിയിൽ വ്യക്തമാണ്. വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ അഹങ്കരിക്കുകയോ ചെയ്യാതെ മുന്നണി നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ നിയമസഭാ വിജയം കയ്യെത്തിപ്പിടിക്കാം. കാരണം അധികാര ദുഷ്പ്രഭുത്വത്തിനും ധാർഷ്ട്യത്തിനുമെതിരായ വിധിയെഴുത്തുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം.
UDF തരംഗത്തിലും തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം പിടിച്ച് BJP സംസ്ഥാനത്തെ സാന്നിധ്യം ശക്തമാക്കി. 2 മുനിസിപ്പാലിറ്റികളിലും 26 ഗ്രാമപഞ്ചായത്തുകളിലും അധികാരം പിടിച്ച BJP മുന്നണിക്ക് മിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രതിനിധികളുണ്ട്. വിജയത്തിളക്കത്തിനിടയിലും പന്തളം മുനിസിപ്പാലിറ്റി ഭരണം കൈവിട്ടത് BJPക്ക് തിരിച്ചടിയായി. തിരുവനന്തപുരം നഗരസഭയിലെ വോട്ടെടുപ്പ് നടന്ന 100 വാർഡുകളിൽ 50 സീറ്റ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഭരണം നിലനിർത്തി. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തു. 26 ഗ്രാമപഞ്ചായത്തുകൾ അധികാരം. മലപ്പുറം ഒഴികെയുള്ള ജില്ലകളിലെ മിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രാതിനിധ്യം. ഇതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക അവലോകനത്തിൽ തെളിയുന്ന BJPയുടെ നേട്ടം. രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ BJPയുടെ ഈ നേട്ടം ചെറുതാണെങ്കിലും കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്കിടയിൽ കിടന്ന് ഞെരുങ്ങിയിരുന്ന BJP അതിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. രാഷ്ട്രീയ കേരളത്തിന്റെ ചിത്രത്തിൽ BJP തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചുവെന്ന് വിളിച്ചു പറയുന്നതാണ് ഈ വിജയം. നിർണായക ശക്തിയായി വളരുന്ന പാർട്ടിയുടെ പ്രതിച്ഛായയിലേക്ക് BJP കേരളത്തിൽ മാറുകയാണ്. സംസ്ഥാന വ്യാപകമായി ആഞ്ഞടിച്ച ഭരണവിരുദ്ധ വികാരത്തിന്റെ ഓഹരി തങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ BJPക്കും കിട്ടി. ഇടത് വലത് മുന്നണികളെ മാത്രം പരീക്ഷിച്ചിരുന്ന കേരളത്തിലെ വോട്ടർമാർക്ക് BJPയോടുള്ള തൊട്ടുകൂടായ്മ പതിയെ ഇല്ലാതാവുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത്. മാറ്റത്തിന് വോട്ട് എന്ന BJPയുടെ മുദ്രാവാക്യം കേരളത്തിൽ ചലനമുണ്ടാക്കുന്നു എന്നതും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് വായിച്ചെടുക്കാം. ആത്മഹത്യാവിവാദവും സീറ്റ് തർക്കങ്ങളും മറികടന്നാണ് BJP മുന്നണി തിരുവനന്തപുരം നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത്. പ്രതികൂലമാകുമെന്ന് കരുതപ്പെട്ടിരുന്ന പ്രശ്നങ്ങളെ മറികടന്ന് BJP മുന്നോട്ട് വന്നത് കേരള രാഷ്ട്രീയത്തിലെ മാറ്റത്തിന്റെ സൂചന കൂടിയാണ്. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ സംസ്ഥാനത്ത് പരക്കെ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കണ്ണൂർ പാനൂരിൽ UDF വിജയാഘോഷത്തിനിടെ CPIM പ്രവർത്തകർ വടിവാൾ വീശി. തിരുവനന്തപുരം പ്ലാവിളയിൽ CPIM BJP സംഘർഷം. കൊല്ലത്ത് കടയ്ക്കലിൽ BJP സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ ആക്രമണമുണ്ടായി. കോഴിക്കോട് കടലുണ്ടയിൽ CPIM BJP സംഘർഷം. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സംഘർഷമുണ്ടായി. കണ്ണൂർ പാനൂരിൽ UDF വിജയാഘോഷത്തിനിടെ CPM പ്രവർത്തകർ വടിവാൾ വീശി. മുഖംമൂടി ധരിച്ച സംഘം പ്രവർത്തകർക്ക് നേരെ പാഞ്ഞെടുത്തു. UDF പ്രവർത്തകന്റെ വീട്ടിലെത്തി ബൈക്കും കാറും വെട്ടി നശിപ്പിച്ചു. തിരുവനന്തപുരം തൃക്കണ്ണാപുരം ഡിവിഷൻ പ്ലാവിളയിൽ CPM BJP സംഘർഷമുണ്ടായി. ഇരു പാർട്ടികളുടെയും തെരഞ്ഞെടുപ്പ് ഓഫീസുകൾ തകർത്തു. നെടുമങ്ങാട് CPM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അരുവിക്കര ഡിവിഷനിലെ കോൺഗ്രസ് വിജയാഘോഷത്തിനിടെയാണ് ആക്രമണം. CPM പ്രവർത്തകർ മർദ്ദിച്ചെന്നാണ് കോൺഗ്രസിന്റെ പരാതി. കൊല്ലം കടയ്ക്കലിൽ BJP സ്ഥാനാർത്ഥികളുടെ വീടുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ആക്രമണത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് BJP ആരോപിച്ചു. പത്തനംതിട്ട കോന്നി ഐരവണ്ണിൽ കോൺഗ്രസ് വിജയാഘോഷത്തിനിടെ CPM പ്രവർത്തകന്റെ വീട്ടിലേക്ക് പടക്കമെറിഞ്ഞെന്ന് പരാതി. കോട്ടയം വൈക്കത്ത് വിജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് മർദ്ദനമേറ്റു. പിന്നിൽ CPM എന്ന് പരാതി. തൃശൂർ പുന്നയൂർക്കുളം കിഴക്കേ ചെറായിയിൽ CPM വിജയാഹ്ലാദത്തിനിടെ അക്രമമെന്ന് പരാതി. 8 കുട്ടികൾക്ക് പരിക്കേറ്റു. കാസർഗോഡ് ബേഡകത്ത് ആഹ്ലാദ പ്രകടനത്തിനിടെ പ്രവർത്തകരെ CPM മർദ്ദിച്ചെന്ന് കോൺഗ്രസിന്റെ ആരോപണം. തടയാൻ ശ്രമിച്ച പോലീസുകാർക്കും പരിക്കേറ്റു. എറണാകുളം മൂവാറ്റുപുഴയിൽ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയുടെ വിജയാഘോഷത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിന് നേരെ പടക്കമെറിഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഉണ്ടായ ആഹ്ലാദ പ്രകടനത്തിനിടെ പടക്കം പൊട്ടിത്തെറിച്ച് 2 പേർക്ക് ദാരുണാന്ത്യം. മലപ്പുറത്ത് ചെറുകാവ് പഞ്ചായത്തിലെ UDFന്റെ വിജയാഘോഷത്തിനിടെ ലീഗ് പ്രവർത്തകനായ പെരിയമ്പലം സ്വദേശി ഇർഷാദാണ് മരിച്ചത്. കോഴിക്കോട് ബാലുശ്ശേരിയിൽ കുറുമ്പോയിലിൽ UDF ആഹ്ലാദ പ്രകടനത്തിനിടെ സ്കൂട്ടർ പൊട്ടിത്തെറിച്ച് യുവാവ് മരിച്ചു. വട്ടോളി സ്വദേശി സന്ദീപാണ് മരിച്ചത്. വെൽക്കം ബാക്ക്. വാർത്തകളിലേക്ക് തിരികെ. ഉരുക്കുകോട്ടയായ കോട്ടയത്ത് വൻ തിരിച്ചുവരവ് നടത്തി UDF തരംഗത്തിൽ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളിലും മേൽക്കൈ നേടി. ജോസ് കെ മാണിയുടെ പാലായിലടക്കം കേരള കോൺഗ്രസ് എമ്മിനും കാലിടറി. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ആധികാരിക വിജയമാണ് UDF ജില്ലയിൽ നേടിയത്. LDFന്റെ കണക്കുകൂട്ടലുകൾ എല്ലാം തകർത്തെറിഞ്ഞ് വലിയ തിരിച്ചുവരവാണ് UDF നടത്തിയത്. കഴിഞ്ഞ തവണ നഷ്ടമായ ജില്ലാ പഞ്ചായത്ത് വ്യക്തമായ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്തു. LDFന്റെ കോട്ടയായ കുമരകം ഡിവിഷൻ അടക്കം 17 ഡിവിഷനുകളിലാണ് UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. 6 മാത്രമാണ് LDFന് ഇത്തവണ വിജയിക്കാനായത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ അടക്കം തോൽവി ഏറ്റുവാങ്ങി. സർക്കാരിനെതിരെയുള്ള നിലപാട് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി എടുത്തിരിക്കുകയാണ്. വലിയ ഒരു ജനകീയ പ്രതിഷേധം സർക്കാരിനെതിരെ ഉണ്ട്. നഗരസഭകളിലും UDFന്റെ സമഗ്ര ആധിപത്യം. 6 നഗരസഭകളിൽ 5 ആധികാരിക വിജയം. ലതിക സുഭാഷ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പോലും പരാജയപ്പെട്ടു. പാലായിൽ ജോസ് കെ മാണിക്കും തിരിച്ചടിയുണ്ടായി. സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി 4 പേർ വിജയിച്ചതോടെ LDFന് ഭരണം നഷ്ടമാകുമെന്നുറപ്പായി.
തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പരിശോധിച്ച് അവിടെ ഏതെങ്കിലും തിരുത്തേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ തിരുത്തി അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട്. BJPക്ക് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും ചിലയിടങ്ങളിൽ കരുത്ത് തെളിയിച്ചു. പള്ളിക്കത്തോടും മുത്തോലിയും നഷ്ടമായപ്പോൾ പൂഞ്ഞാർ തെക്കേക്കരയിലും കിടങ്ങൂരിലും ഭരണം പിടിച്ചു. ഐമനത്ത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. പൂഞ്ഞാർ തെക്കേക്കരയിലെ വിജയം PC ജോർജിനും ഗുണമായിട്ടുണ്ട്. കോട്ടയം തങ്ങളുടെ ഉരുക്ക് കോട്ടയാണെന്ന് അടിവരയിട്ട് പറയുകയാണ് UDF. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ വിജയം ആവർത്തിക്കാനാകുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം. കോട്ടയത്ത് അരുൺ നിണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. കോർപ്പറേഷനിൽ മാത്രമല്ല തൃശൂരിൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും വലിയ മുന്നേറ്റമാണ് UDF നേടിയത്. LDFന്റെ കയ്യിലുണ്ടായിരുന്ന 3 ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളിൽ കൃത്യമായ ആധിപത്യവും ഉറപ്പിച്ചാണ് തൃശൂരിൽ കോൺഗ്രസ് തിരിച്ചു വന്നിരിക്കുന്നത്. മുനിസിപ്പാലിറ്റികളിൽ കഴിഞ്ഞ തവണത്തേതിന് സമാനമായ ഫലം തന്നെയാണ് ഇത്തവണയും. പരമ്പരാഗത കോട്ടകളായ ചാലക്കുടിയും ഇരിങ്ങാലക്കുടയും UDF നിലനിർത്തിയപ്പോൾ കൊടുങ്ങല്ലൂർ, ചാവക്കാട്, ഗുരുവായൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റികൾ LDF ആധിപത്യം തുടർന്നു. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ BJPക്ക് ഭരണം നഷ്ടമായ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഇക്കുറി അവർ 7 സീറ്റുകൾക്കാണ് പുറകിൽ പോയത്. ചാലക്കുടിയിൽ 1, ചാവക്കാട്ട് 2 സീറ്റുകളും BJP നേടിയെങ്കിലും കഴിഞ്ഞ തവണ 8 സീറ്റുകളിൽ വിജയിച്ച ഇരിങ്ങാലക്കുടയിൽ ഇക്കുറി അവർക്ക് 2 സീറ്റുകൾ കൂടി നഷ്ടമായി. ആകെയുള്ള 86 പഞ്ചായത്തുകളിൽ LDF 44 ഇടങ്ങളിലും UDF 34 ഇടങ്ങളിലും വിജയിച്ചപ്പോൾ കഴിഞ്ഞ തവണ ടോസിലൂടെ വിജയിക്കുകയും പിന്നീട് ഭരണം നഷ്ടപ്പെടുകയും ചെയ്ത തിരുവില്ലാമല പഞ്ചായത്തിൽ BJP വിജയിച്ചു. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 16 പഞ്ചായത്തുകളിൽ മാത്രം വിജയിച്ച UDF 17 പഞ്ചായത്തുകളിൽ കൂടി വിജയിച്ച നേട്ടം 33 ഉയർത്തി. എന്നാൽ 69 പഞ്ചായത്തുകൾ ഭരിച്ച LDFന് ഇക്കുറി 24 പഞ്ചായത്തുകളാണ് നഷ്ടപ്പെട്ടത്. വല്ലച്ചിറ, തളിക്കുളം, പാറളം, കൊടകര, അവിണിശ്ശേരി, അരിമ്പൂർ, മറ്റത്തൂർ പഞ്ചായത്തുകളിൽ വിവിധ മുന്നണികൾ ഒപ്പത്തിനൊപ്പമായതിനാൽ പഞ്ചായത്തുകളുടെ ഭരണം ഇനിയും മാറിമറിയാനുള്ള സാധ്യതകളേറെയാണ്. ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്തിയ LDF 30 ഡിവിഷനുകളിൽ 21 ഇടങ്ങളിൽ വിജയിച്ചപ്പോൾ 9 സീറ്റുകളാണ് UDFന് ലഭിച്ചത്. 24 തൃശൂർ. LDFനെ തൂത്തെറിഞ്ഞാണ് എറണാകുളം ജില്ലയിൽ UDF തേരോട്ടം നടത്തിയത്. 13 നഗരസഭകളിൽ 12ഉം UDFനൊപ്പം നിന്നു. ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും UDF ഏകപക്ഷീയമായ ജയം സ്വന്തമാക്കി. മധ്യ കേരളത്തിന്റെ തിലകക്കുറിയായ കൊച്ചിയിൽ UDFന്റെ സർവാധിപത്യം. 13 നഗരസഭകളിൽ കയ്യിലുണ്ടായിരുന്ന കോതമംഗലവും തൃപ്പൂണിത്തുറയും ഏലൂരുമടക്കം LDFനെ കൈവിട്ടു. 12ലും UDF വിജയം. തൃപ്പൂണിത്തുറ ചരിത്രത്തിലാദ്യമായി BJPക്ക്. കോതമംഗലത്ത് 33 സീറ്റിൽ 22ഉം UDF നേടി. 22 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 25ഉം UDFന്. UDFന് സ്ഥാനാർത്ഥി ഇല്ലാതിരുന്ന കടമക്കുടി ഡിവിഷനിൽ LDF മുന്നിലെത്തി. ജില്ലാ പഞ്ചായത്ത് തുറവൂർ ഡിവിഷനിൽ മത്സരിച്ച KPCC വക്താവ് ജിൻഡോ ജോൺ 10,000-ലധികം വോട്ടുകൾക്കാണ് വിജയിച്ചത്. 14 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 12ഇടത്തും UDF വിജയിച്ചു കയറി. വാഴക്കുളം ബ്ലോക്ക് എടത്തല ഡിവിഷനിൽ മത്സരിച്ച KSU നേതാവ് മിവ ജോളി മിന്നും വിജയം നേടി. വൈപ്പിൻ LDFനൊപ്പം നിന്നു. 82 പഞ്ചായത്തുകളിൽ ഭൂരിഭാഗവും UDFനെ തുണച്ചു. കാലടി 19ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി 1 വോട്ടിന് ജയിച്ചു. UDF റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ടു. കൂത്താട്ടുകുളത്ത് LDF സ്ഥാനാർത്ഥി മായാവി തോറ്റു. പെരുമ്പാവൂർ വേങ്ങൂർ പഞ്ചായത്ത് ഭരണം ഇടതുപക്ഷത്തിൽ നിന്ന് UDF പിടിച്ചെടുത്തു. മുനമ്പം ഭൂസമരം നടന്ന പള്ളിപ്പുറം പഞ്ചായത്തിലെ 1ാം വാർഡ് BJP പിടിച്ചെടുത്തു. പഞ്ചായത്ത് LDF നിലനിർത്തി. 24 കൊച്ചി. തിരികെ വാർത്തകളിലേക്ക്. കൊല്ലം കോർപ്പറേഷനിലെ 1/4 നൂറ്റാണ്ട് കാലത്തെ ഇടത് ഭരണത്തിന് അന്ത്യം. കേവല ഭൂരിപക്ഷം ആർക്കും നേടാൻ കഴിഞ്ഞില്ല. UDF അവിടെ മികച്ച മുന്നേറ്റം നടത്തുകയും ചെയ്തു. ഇരട്ടി സീറ്റുകളിൽ ജയിക്കാനായത് BJPക്ക് നേട്ടമായി. കൊല്ലം കോർപ്പറേഷനിൽ മുൻ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് UDF തേരോട്ടം. കേവല ഭൂരിപക്ഷം നേടാനായില്ലെങ്കിലും LDFന്റെ ഉരുക്കുകോട്ടയായി കണക്കാക്കപ്പെട്ടിരുന്ന കൊല്ലം കോർപ്പറേഷനിൽ 1/4 നൂറ്റാണ്ടിന് ശേഷം UDF ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. സമീപകാല ചരിത്രത്തിൽ ഒരിക്കലും കൊല്ലം കോർപ്പറേഷനിൽ ഇത്രയും വലിയ മുന്നേറ്റം UDF നേടിയിട്ടില്ല. മേയർ ഹണി ബെഞ്ചമിൻ, മുൻ മേയർ രാജേന്ദ്രബാബു, മുൻ ഡെപ്യൂട്ടി മേയർ വിജയ ഫ്രാൻസിസ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VK അനിരുദ്ധൻ എന്നിവരുടെ പരാജയങ്ങളും ഇടതു കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു.
സംസ്ഥാനത്ത് മുമ്പ് ശക്തമായ UDF തരംഗത്തിൽ പോലും ഇളകാതിരുന്ന കൊല്ലം കോർപ്പറേഷനിലെ കനത്ത തോൽവി LDFന് കനത്ത ആഘാതമാണ് സമ്മാനിച്ചത്. കോൺഗ്രസ് 22 ഇടങ്ങളിലും RSP 3 ഇടങ്ങളിലും മുസ്ലിം ലീഗ് 2 ഇടങ്ങളിലും വിജയിച്ചു. കഴിഞ്ഞ തവണ 38 സീറ്റിൽ വിജയിച്ച LDF 16 സീറ്റിലേക്ക് ഒതുങ്ങി. CPM 13 ഇടത്തും CPI 3 ഇടങ്ങളിലുമാണ് ജയിച്ചത്. 6 സീറ്റിൽ നിന്നാണ് 12 സീറ്റിലേക്കുള്ള BJPയുടെ കുതിച്ചുചാട്ടം. BJP പിടിച്ചെടുത്ത സീറ്റുകളിൽ UDFന്റെയും LDFന്റെയും ശക്തി കേന്ദ്രങ്ങളും ഉൾപ്പെടുന്നു. ഒരിടത്ത് SDPയും വിജയിച്ചു. 24 കൊല്ലം. ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ NDA പിടിച്ചെടുത്തു. 9 സീറ്റ് അധികം നേടി UDF നില മെച്ചപ്പെടുത്തിയപ്പോൾ LDF തകർന്നടഞ്ഞു. CPMനെതിരായ ഭരണവിരുദ്ധ വികാര വോട്ടുകളാണ് BJPക്ക് നേട്ടമായതെന്ന് കോൺഗ്രസ് നേതാവ് KS ശബരിനാഥൻ പ്രതികരിച്ചു. BJP കോൺഗ്രസ് കൂട്ടുകെട്ടെന്നായിരുന്നു CPIMന്റെ ആരോപണം. അമ്പെ തകർന്നടിഞ്ഞ ഇടതുമുന്നണിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കണ്ടത്. 34 സീറ്റിൽ നിന്നും BJP അധികാരത്തിലെത്തിയത് 50 സീറ്റുകൾ നേടി. കോൺഗ്രസിന്റെ സീറ്റുകൾ പിടിച്ചിട്ടുണ്ടെങ്കിലും കനത്ത നഷ്ടമുണ്ടായത് CPMന്. ആറ്റുകാൽ, എടവക്കോട്, കടകംപള്ളി, കമലേശ്വരം ഉൾപ്പെടെ CPM കോട്ടകൾ പോലും BJP പിടിച്ചെടുത്തു. 51 സീറ്റിൽ കഴിഞ്ഞ തവണ അധികാരത്തിലെത്തിയ LDFന് 29 സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു. 29 സീറ്റുകളാണ് CPMന് നഷ്ടമായത്. കോർപ്പറേഷനിലെ ആദ്യ വാർഡിലെ ഫലം തന്നെ CPMന്റെ നെഞ്ചിൽ തീ കോരിയിട്ടു. CPMന്റെ ഉറച്ച കോട്ടയായ മുട്ടട വോട്ടർ പട്ടിക വിവാദത്തോടെ ശ്രദ്ധ നേടിയ കോൺഗ്രസിന്റെ യുവമുഖം വൈഷ്ണ സുരേഷ് പിടിച്ചെടുത്തു. കവടിയാറിൽ KS ശബരിനാഥനും കുന്നുകുഴിയിൽ മേരി പുഷ്പവും UDFനായി വിജയം കുറിച്ചു. എല്ലായിടത്തും UDFന് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ടും റെസ്പോൺസും വരുന്നത് തീർച്ചയായിട്ടും ജനങ്ങളുടെ മനസ്സിൽ UDF ഉണ്ടെന്നുള്ളതാണ്. തകർന്നടിഞ്ഞ LDFന് ആശ്വാസമായത് മേയർ കാൻഡിഡേറ്റ് സാധ്യതാ പട്ടികയിലുണ്ടായിരുന്ന SP ദീപകിന്റെ പേട്ടയിലെ വിജയവും പുന്നയ്ക്കാമുകളിലെ RP ശിവജിയുടെ വിജയവുമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഞങ്ങൾക്ക് സീറ്റ് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. ഞങ്ങൾ അതിൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ള ഒരു വിശകലനം നടന്നില്ല. പക്ഷേ എങ്കിലും കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 1 ഡസനിലധികം വാർഡുകളിൽ ഞങ്ങൾ 100-ൽ താഴെ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. എന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയായിരുന്നു BJPയുടെ പല വിജയങ്ങളും. നേമത്തും കഴക്കൂട്ടത്തും BJP ശക്തി കാട്ടി. കൊടുങ്ങാനൂരിൽ VV രാജേഷും ശാസ്തമംഗലത്ത് R ശ്രീലേഖയും നേമത്ത് MR ഗോപനും അമ്പലത്തറയിൽ സിമി ജ്യോതിഷും ആധികാരിക വിജയം നേടി. അരപ്പതിറ്റാണ്ടിൽ കൂടുതലായി ഒരു സ്വപ്നം മനസ്സിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ദേശീയ പ്രസ്ഥാനങ്ങളുടെ BJP ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുടെ ത്യാഗോജ്ജലമായ ജീവിതം, ആ ജീവിതം അർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ലഭിച്ച വിജയമാണ്. തിരുവനന്തപുരത്തെയും കേരളത്തെയും ദേശീയ പ്രസ്ഥാനങ്ങളെ BJPയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും വിജയമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. R ശ്രീലേഖ, VV രാജേഷ് എന്നിവരാണ് മേയർ പട്ടികയിലുള്ള പേരെങ്കിലും മറ്റു പേരുകളും സംസ്ഥാന നേതൃത്വത്തിന്റെ ചർച്ചയിലുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പൗണ്ടുകടവിൽ മത്സരിച്ച സുധീഷ് കുമാറും കണ്ണമ്മൂലയിൽ മത്സരിച്ച പാറ്റൂർ രാധാകൃഷ്ണന്റെ വിജയവും കോർപ്പറേഷനിൽ നിർണായകമാണ്. 24 തിരുവനന്തപുരം. ഇനി മറ്റു റിപ്പോർട്ടുകൾ നോക്കാം. സൗദി കായിക മന്ത്രാലയവും സൗദി അത്ലറ്റിക് ഫെഡറേഷനും ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് റോഡ് റേസും സംയുക്തമായി 27ാമത് അന്താരാഷ്ട്ര ഹാഫ് മാരത്തൺ സംഘടിപ്പിച്ചു. ദേശീയ അന്തർദേശീയ താരങ്ങൾ ഉൾപ്പെടെ 10,000-ഓളം പേർ പങ്കാളികളായി. മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ സാന്നിധ്യവും ഏറെ ശ്രദ്ധേയമായി. കായിക മേഖലയെ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദി കായിക മന്ത്രാലയവും സൗദി അത്ലറ്റിക് ഫെഡറേഷനും ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് റോഡ് റേസും സംയുക്തമായി 27ാമത് ഷർക്കിയ അന്താരാഷ്ട്ര ഹാഫ് മാരത്തോൺ സംഘടിപ്പിച്ചത്. സൗദി കിഴക്കൻ പ്രവിശ്യ ഇന്റർനാഷണൽ അത്ലറ്റിക് ടീമാണ് മാരത്തോണിന് നേതൃത്വം നൽകിയത്. അൽഖോബാർ കോർണിഷിൽ വെച്ച് നടന്ന മത്സരത്തിൽ ദേശീയ അന്തർദേശീയ താരങ്ങൾ ഉൾപ്പെടെ 10,000-ഓളം പേർ കൂടുതൽ വേഗതയും ദൂരവും മറികടക്കാനായി ഓടി. 21 കിലോമീറ്റർ എലൈറ്റ് റേസ്, 5 കിലോമീറ്റർ എലൈറ്റ് റേസ്, 1 മൈൽ എലൈറ്റ് റേസ്, 21 കിലോമീറ്റർ മാസ് റേസ്, 5 കിലോമീറ്റർ മാസ് റേസ്, 1 മൈൽ മാസ് റേസ് എന്നിങ്ങനെ 6 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. അന്താരാഷ്ട്ര ഹാഫ് മാരത്തോൺ മത്സരത്തിലെ മലയാളികളുടെ സാന്നിധ്യവും ഏറെ ശ്രദ്ധേയമായി. 25 മാരത്തോണിൽ പങ്കെടുക്കാൻ പറ്റി. അതിൽ ഞാൻ 5 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അത് 32 മിനിറ്റ് കൊണ്ടാണ് ഓടി തീർത്തിട്ടുള്ളത്. ഞാൻ സൗദി മാരത്തോണിൽ എല്ലാ വർഷവും പങ്കെടുക്കലുണ്ട്. 2017 പങ്കെടുത്തിരുന്നു. അന്ന് 5000, അന്ന് ടൈമിങ് 25 മിനിറ്റും 40 സെക്കൻഡായിരുന്നു. കഴിഞ്ഞ വർഷം ബ്രേക്ക് ചെയ്തു. എൻ്റെ വയസ്സ് 55 കഴിഞ്ഞ വർഷം, ഇപ്പോൾ 56 ആണ്. ഈ വർഷം ഞാൻ 21 കിലോമീറ്റർ ഓടി 2 മണിക്കൂർ 24 സെക്കൻഡ് കൊണ്ട് ബോട്ട് ചെയ്തു. അൽഹംദുലില്ലാ, വളരെ ഹാപ്പിയാണ്. എല്ലാ വർഷവും ഇതുപോലെ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക. കാരണം ഇത് നമ്മുടെ മനസ്സിന് ഭയങ്കര മോട്ടിവേഷനാണ്. ഈ വർഷം
ഹോബർ ഇൻ്റർനാഷണൽ ഷർക്കിയ ഹാഫ് മാരത്തോണിൽ എടുക്കാൻ പറ്റിയ സന്തോഷമുണ്ട്. ഇത് 3ാമത്തെ വർഷമാണ് പങ്കെടുക്കുന്നത്. സാധാരണഗതിയിൽ സൗദിയിലുള്ള റണ്ണേഴ്സിന് ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കണമെങ്കിൽ ദോഹ, ദുബായ്, മറ്റു നഗരങ്ങളിൽ യാത്ര ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ വളരെ ഭംഗിയായി സൗദി സ്പോർട്സ് അതോറിറ്റിയും ഷർക്കിയ റേസും ചേർന്ന് നടത്തിപ്പിക്കുന്ന പരിപാടി ഇവിടെ നടക്കുന്നതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് പങ്കെടുക്കാൻ വളരെ സൗകര്യമുണ്ട്, വളരെ സന്തോഷമുണ്ട്. നല്ല കാലാവസ്ഥയായിരുന്നു, സുഖമായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, നല്ല ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, സന്തോഷം. പതിവ് തെറ്റിക്കാതെ കിഴക്കൻ പ്രവിശ്യ നവോദയ സാംസ്കാരിക വേദി പ്രവർത്തകർ ഈ വർഷവും മാരത്തോണിൽ പങ്കാളികളായി. ടീം 777 സൈക്കിൾ ക്ലബ് അംഗങ്ങളും ഷർക്കിയ അന്താരാഷ്ട്ര ഹാഫ് മാരത്തോണിന്റെ ഭാഗമായി. ഇന്റർനാഷണൽ ഹാഫ് മാരത്തോൺ 21 കിലോമീറ്റർ ചാരിറ്റി റൺ അൽഹംദുലില്ലാ ടീം 777 വളരെ ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞു. സാധാരണത്തെ പോലെ തന്നെ ഇപ്രാവശ്യവും ഇന്ത്യക്കാർ ഒരുപാട് ആൾക്കാർ ഈ റണ്ണിൽ പങ്കെടുത്തിരുന്നു. ഞാനിവിടെ വരുന്ന കാലത്ത് ഇതും കൂടെ കടലായിരുന്നു, ഇതിപ്പോൾ നികത്തിയെടുത്താണ്. ഓരോ വർഷം കാണുമ്പോഴും കോബാറിൻ്റെയും ദമാമിൻ്റെയൊക്കെ ചായനം മാറിക്കൊണ്ടിരിക്കും. ഈ മുമ്പൊക്കെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടോ? ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. അതൊക്കെ എത്ര വർഷമുണ്ട് ഇവിടെ ഉണ്ടായത്? ഇവിടെ ഉണ്ടായിരുന്ന 42 വർഷം. ക്ലൈമറ്റും എല്ലാം കൊണ്ടും വളരെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. കഴിഞ്ഞ തവണയേക്കാളും വളരെയധികം ഇന്ത്യൻസ് ഇതിൽ പങ്കെടുത്തു. സുബൈറുദ്ദൂർ, 24 ദമാം. 5ാമത് റെഡ് സീ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ജിദ്ദയിൽ സമാപിച്ചു. മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ഗോൾഡൻ യൂസർ അവാർഡ് റോഹിംഗ്യൻ ഭാഷയിലുള്ള ജാപ്പനീസ് ചിത്രമായ ലോസ് ലാൻഡിന് നേടി. ഇന്ത്യൻ സിനിമയുടെ വൈവിധ്യമാർന്ന സാന്നിധ്യം ഇത്തവണത്തെ മേളയുടെ പ്രധാന ആകർഷണമായിരുന്നു. ആഗോള സിനിമയുടെ പുതിയ ഭാവിയെ അടയാളപ്പെടുത്തിക്കൊണ്ട് ജിദ്ദയിൽ നടന്ന 5ാമത് റെഡ് സീ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം സമാപിച്ചു. ജിദ്ദയിലെ വരദിലുള്ള കൾച്ചർ സ്ക്വയർ ആയിരുന്നു വേദി. 10 ദിവസങ്ങളിലായി നടന്ന മേളയിൽ 70-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 111 സിനിമകളാണ് പ്രദർശിപ്പിച്ചത്. ഇതിൽ 42 ചിത്രങ്ങൾ ലോകതലത്തിൽ ആദ്യമായി പ്രദർശിപ്പിച്ചു എന്ന പ്രത്യേകതയുണ്ട്. സിനിമകളിൽ 35%-ലധികം സൗദി നിർമ്മിത ചിത്രങ്ങളായിരുന്നു. യുദ്ധക്കെടുതികൾ, പലായനം, സ്ത്രീകളുടെ അവകാശങ്ങൾ തുടങ്ങിയ സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്ത ചിത്രങ്ങൾ ഇത്തവണ മേളയിൽ വേറിട്ട് നിന്നു. മലയാളികൾ ഉൾപ്പെടെ 10,000 ഇത്തവണയും മേളയുടെ ഭാഗമായി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ എക്സ്പീരിയൻസ്. എത്രത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ പോലും നമുക്ക് കാണാൻ വേണ്ടി പറ്റാത്ത ഒരുപാട് ആക്ടേഴ്സിനെ നമുക്ക് ഈ ഒരു ഫെസ്റ്റിവൽ വഴി നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഇപ്പോൾ ഇന്ത്യൻ ഫിലിം ആക്ടേഴ്സ് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി. അതുപോലെ തന്നെ ഒരുപാട് ഷോസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റി. എന്ത് പറഞ്ഞാലും ഒരു വർത്ത് ടു വാച്ച് ആണ്. ഇന്ത്യൻ സിനിമയുടെ കരുത്തുറ്റ സാന്നിധ്യം ഇത്തവണയും മേളയുടെ ആകർഷണമായി. ബോളിവുഡ് താരങ്ങളായ സൽമാൻ ഖാൻ, ഐശ്വര്യ റായ്, ആലിയ ഭട്ട്, കൃതി സനോൻ, കാർത്തിക് ആര്യൻ എന്നിവർ ആരാധകരുമായി സംവദിച്ചു. മുതിർന്ന ബോളിവുഡ് നടി രേഖയെ മേളയിൽ പ്രത്യേകം ആദരിച്ചു. ആലിയ ഭട്ടിന് ഗോൾഡൻ ഗ്ലോബ്സ് പുരസ്കാരം സമ്മാനിച്ചു. ഉംറാവ് ജാൻ, ഏർലി ഡേയ്സ് എന്നീ ഹിന്ദി സിനിമകൾ പ്രദർശിപ്പിച്ചു. മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ഗോൾഡൻ യൂസർ അവാർഡ് ജപ്പാനീസ് ചിത്രമായ ലോസ്റ്റ് ലാൻഡിലാണ് ലഭിച്ചത്. റോഹിംഗ്യൻ ഭാഷയിലുള്ള ആദ്യ ഫീച്ചർ ഫിലിമാണിത്. മികച്ച 2ാമത്തെ ചിത്രത്തിനുള്ള സിൽവർ യൂസർ അവാർഡ് നേടിയത് പലസ്തീൻ ജോർദാൻ സംയുക്ത സംരംഭമായ ഓൾ ദാറ്റ്സ് ലെഫ്റ്റ് ഓഫ് യു എന്ന ചിത്രമാണ്. മേഖലയിലെ സിനിമയുടെ വളർച്ചയ്ക്ക് സൗദി അറേബ്യ നൽകുന്ന പിന്തുണയുടെ ഏറ്റവും വലിയ തെളിവായി റെഡ് സീ ഫിലിം ഫെസ്റ്റിവൽ മാറുകയാണ്. സൗദി സിനിമയുടെയും ലോക സിനിമയുടെയും വിസ്മയ കാഴ്ചകൾക്കാണ് കഴിഞ്ഞ 10 ദിവസം ജിദ്ദ സാക്ഷ്യം വഹിച്ചത്. സൗദിയുടെ സാംസ്കാരിക ചരിത്രത്തിൽ മറ്റൊരു നാഴികക്കല്ലായി ഈ മേള മാറി. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. പ്രവാസി മലയാളി കുവൈറ്റിൽ അന്തരിച്ചു. എറണാകുളം മൂത്തുകുന്നം അന്തലത്ത് വീട്ടിൽ അജിത് കുമാറാണ് ഹൃദയാഘാതം മൂലം മരിച്ചത്. 60 വയസ്സായിരുന്നു. പിക്നിക്കിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. എന്നാൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സാരഥി കുവൈറ്റിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു.